നമസ്കാരം. അപ്പോൾ ഇന്ന് കാണാൻ സാധിച്ചത് നമ്മുടെ സഞ്ജു സാംസന്റെ താണ്ഡവമായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സഞ്ജു സാംസന്റെ തലങ്ങും വിലങ്ങുമുള്ള സിക്സറുകൾ കണ്ടാണ് ഇന്ത്യ ഇന്ന് ഞാൻ കളി കണ്ടത്. കാരണം ഇന്ത്യ 167 റൺസ് എന്ന് പറയുന്ന മാന്യമായിട്ടുള്ള ഒരു സ്കോറിൽ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സഞ്ജുവിന്റെ വെടിക്കെട്ടായിരുന്നു. വെടിക്കെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കേസ് 45 ബോളിൽ 58 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. അതിൽ 4 സിക്സുകളും 1 4ഉം ഉണ്ട് എങ്കിൽ കൂടിയും ഇതൊരു T20 ആണ്. അത്രയ്ക്കുള്ള വലിയ സ്ട്രൈക്ക് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. അവിടെ എല്ലാം നമ്മുടെ മുൻനിര ബാറ്റ്സ്മാരെല്ലാം പരാജയപ്പെട്ടു. അതായത് യശസ്വി ജയ്സ്വാൾ ആയിക്കോട്ടെ, ശുഭം ഗിൽ ആയിക്കോട്ടെ, അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ, എല്ലാവരും ടബേനെ പോയപ്പോൾ അവിടെ ഈ പറയുന്ന സഞ്ജു സാംസണും റിയാൻ പരാഗും കൂടി നിന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ്. അതിൽ റിയാൻ പരാഗ് റണ്ണ ബോളാണ് കളിച്ചത്. വലിയ അടിയും കാര്യങ്ങളൊന്നും അത്ര ടച്ച് ആയിട്ടില്ല. പക്ഷെ സഞ്ജു സാംസൺ ആ ദുഷ്കരമായ പിച്ചിൽ കൂടി സൂപ്പറാണ് ഒരു 110 മീറ്ററാണ് അവ അടിച്ചു കൂട്ടിയത്. ഏറ്റവും വലിയ 6 എന്ന് അവിടെ കമന്റ് പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെ ഏറ്റവും കൃത്യമായിട്ട്, അതായത് ഇന്ത്യയെ കരകയറ്റിയത് 3 വിക്കറ്റ് നഷ്ടത്തിൽ നിന്നപ്പോൾ ഇന്ത്യയെ കരകയറ്റിയത് സഞ്ജു സാംസണാണ്. 58 റൺസ് അടിച്ചു. റിയാൻ പരാഗ് 24 ബോളിൽ നിന്ന് 22 റൺസാണ് അടിച്ചത്. പിന്നെ പിന്നെ സത്യം പറഞ്ഞാൽ സിംബാബ്വെ ബൗളർമാരെ നമുക്ക് പ്രശംസിക്കണം. അവർ നല്ല രീതിയിൽ എറിഞ്ഞു പിടിച്ചു. അവസാനമൊക്കെ റൺസ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ശിവൻ ദുബെ ലാസ്റ്റ് വന്ന 2 6ഉം ഒരു 4ഒക്കെ അടിച്ചത് കൊണ്ട് മാത്രം ഈ 12 ബോളിൽ നിന്ന് 26 റൺസ് അടിച്ചു. അതുപോലെ റിങ്കു സിംഗ് കാണിച്ച തണ്ടിത്തരമാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ശിവൻ ദുബെ റണ്ണൌട്ടാക്കി തണ്ടിത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എങ്കിലും റിങ്കു സിംഗും ലാസ്റ്റ് ഒരു 6ഉം ഒരു 4 ഒക്കെ അടിച്ചതുകൊണ്ട് 9 ബോളിൽ നിന്ന് 11 റൺസ് ഒക്കെ അടിച്ചത് കൊണ്ട് എങ്ങനെയായാലും ഒരു ഈ ജയിക്കാനുള്ള ടോട്ടലിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. 167 റൺസ് ഇന്ത്യ അടിച്ചിട്ടുണ്ട്. 168 റൺസ് വേണം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ബൗളർമാരെ ഇന്ന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു എന്ന് തന്നെയാണ് പറയാം. കാരണം നല്ല രീതിയിൽ അവർ പെർഫോമൻസ് ചെയ്തു. അവരുടെ മുസറബ എത്രയാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാക്കി എല്ലാവരും ഓരോ വിക്കറ്റ് 1-2 പേരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമുക്കറിയാം, നമുക്ക് ഞെട്ടൽ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടി കൊണ്ടൊന്നും മറ്റൊന്നുമല്ല. യശസ്വി ജയ്സ്വാളിന്റെ യശസ്വി ജയ്സ്വാൾ ബൗൾഡ് ആയത് കണ്ടാണ് നമ്മൾ ഞെട്ടിയത്. അതിനുശേഷം ശുഭം ഗില്ലും അത്രയ്ക്ക് ടച്ചിലൊന്നും അല്ല. അതായത് ആ പിച്ചിൽ കുറച്ച് ബൗൺസും അൺഈവൻ ബൗൺസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആയിരുന്ന, അല്ലെങ്കിൽ എന്താണ് അടിവീരന്മാരായിരുന്ന യശസ്വി ആയിക്കോട്ടെ, ശുഭം ഗിൽ ആയിക്കോട്ടെ, അഭിഷേക് ശർമ്മയായിട്ട് ഇവരെല്ലാവരും പരാജയപ്പെട്ടുള്ളൂ. അവിടെ നിന്ന് സഞ്ജു സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ചാൻസ് കിട്ടിയത് കഴിഞ്ഞ കളിയിൽ 12 റൺസ് എന്തോ അടിച്ചു നോട്ട് ഔട്ട് ആയിരുന്നു. ഈ കളിയിലാണ് അവന് ചാൻസ് കിട്ടിയത്. പക്ഷേ ഈ കളിയിൽ അവന് കിട്ടിയ ചാൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ഇന്ത്യയെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നടന്നത് സഞ്ജുവിന്റെ ക്ലാസ് ആയിരുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.